ഈ വിധിക്ക് ശേഷം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? വിശദ വിവരങ്ങളിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളുടെ റിപ്പോർട്ടർമാർ വിവിധയിടങ്ങളിൽ നിന്ന് ഓരോ വിവരങ്ങളും പങ്കുവയ്ക്കാനായി ചേരുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനാക്കിയതോടെ സിനിമാ സംഘടനകൾ ദിലീപിനെ തിരിച്ചെടുക്കുമോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ദിലീപിന് ഫെഫ്കയിൽ പച്ചക്കൊടി. ഭാഗ്യലക്ഷ്മിയുടെ എതിർപ്പ് അവഗണിച്ച് ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള തീരുമാനവുമായി ഫെഫ്ക മുന്നോട്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തിരിച്ചെടുക്കും. ദിലീപ് കത്ത് നൽകിയാൽ തിരിച്ചെടുക്കാമെന്നാണ് നിർമ്മാതാക്കളുടെ നിലപാട്. ഫിയോക്കിൽ നിലവിലും ചെയർമാനാണ് ദിലീപ്. പക്ഷേ താരസംഘടനയിൽ ദിലീപിന് തിരിച്ചെത്താനാകുമോ എന്നതാണ് ആകാംക്ഷ. ഒരു വിഭാഗം എതിർപ്പുയർത്തുന്നുവെന്ന് ഉറപ്പാണ്. ലേബി സജീന്ദ്രൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ലേബി, ഓരോ സംഘടനകളും ഇനിയെടുക്കുന്ന നിലപാട് അത് നമ്മൾ കാണാൻ പോവുകയാണ്. അതിലിതാ തിടുക്കപ്പെട്ട നീക്കം നടത്തുന്ന സംഘടനകളുണ്ട്. ഈ സിനിമ നിർമ്മാതാക്കളുടെ അടക്കം സംഘടനകളുടെ നിലപാട് എന്താണെന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനൊപ്പം താരസംഘടനയുടെ നിലപാട്, ഒരു അക്ഷരം പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയാത്ത അധ്യക്ഷ ഇരിക്കുന്ന താരസംഘടനയുടെ നിലപാടും എന്താണെന്ന് നമുക്കറിയണം. എല്ലാ സംഘടനകളും എടുക്കാൻ പോകുന്ന നിലപാട് എന്താണില്ലേ? റോഷ്നി, എതിർപ്പുകൾ പല ഭാഗത്തു നിന്ന് ഉയരുമ്പോഴും സിനിമാ സംഘടനകളിലേക്ക് കടന്നു വരാൻ, തിരിച്ചു വരാൻ ദിലീപിന് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിന്റെ ആദ്യ സൂചന തന്നെയാണ് വിധി പ്രസ്താവം വന്ന് പെട്ടെന്ന് തന്നെ ഒട്ടും വൈകാതെ ഫെഫ്കയിലേക്ക് പച്ചക്കൊടി കാണിച്ചുകൊണ്ട് നടത്തിയ ജനറൽ സെക്രട്ടറി തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചത്. അതായത് ഫെഫ്ക നേരിട്ട് എടുക്കുന്നു എന്നല്ല, ഫെഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയനാണ് ദിലീപ് അംഗം. അതുകൊണ്ട് തന്നെ ഫെഫ്കയിലേക്ക് കത്ത് നൽകിയാൽ ഡയറക്ടേഴ്സ് യൂണിയൻ എടുക്കുന്നതിൽ തടസ്സമില്ല എന്നുള്ള പ്രതികരണം അന്ന് ജനറൽ സെക്രട്ടറി നൽകുന്നു. അത് ഈ 2 ദിവസം പിന്നിടുമ്പോൾ ഇന്ന് 2ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ആ തീരുമാനത്തിന് ഇന്നലെ ഭാഗ്യലക്ഷ്മി ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജിവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു നീക്കം ഇതിനിടെ ഉണ്ടായത്. പക്ഷേ ആ നീക്കം ഫെഫ്കയുടെ തീരുമാനത്തെ ബാധിച്ചിട്ടില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതായത് ഡയറക്ടേഴ്സ് യൂണിയനിലേക്ക് കത്ത് ദിലീപ് നൽകുകയാണെങ്കിൽ ആ കത്തിൽ ആലോചിച്ച് പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്ത് ദിലീപിനെ തിരിച്ച് ഫെഫ്കയിലേക്ക് എടുക്കാൻ തന്നെയാണ് ഇതുവരെയുമുള്ള തീരുമാനം. അതിന് മാറ്റമില്ല. അതായത് ഭാഗ്യലക്ഷ്മി ഉയർത്തിയ കലാപക്കൊടി കാര്യമായി ഫെഫ്കയെ ബാധിച്ചിട്ടില്ല. മറ്റൊരു ഭിന്നസ്വരവും ഇതുവരെ ഉയർന്നിട്ടുമില്ല. അത് ദിലീപിന് അനുകൂലവുമാണ്. തിരിച്ച് നമ്മൾ ഫിയോക്കിലേക്ക് വരികയാണെങ്കിൽ, ഇത്തരത്തിൽ തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് ദിലീപ് തന്നെ രൂപീകരിച്ച സംഘടനയാണ്. ദിലീപാണ് അതിന്റെ സ്ഥാപക ചെയർമാൻ, ഇപ്പോഴും ചെയർമാനായി തുടരുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഫിയോക്കിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. ഫിയോക്ക് ദിലീപ് തന്നെ സ്വാഭാവികമായും നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് വരികയും ചെയ്യും. പിന്നെയുള്ളത് താരസംഘടനയായ അമ്മയാണ്. അമ്മയുടെ ഭാഗത്തു നിന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന രീതിയിലൊരു മറുപടി ഉണ്ടാകാതിരുന്നത്. കാരണം അമ്മയുടെ തലപ്പത്ത് 2 വനിതകളാണ്. അമ്മയുടെ അധ്യക്ഷ ശ്വേത മേനോനോ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനോ ഇത് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ നിലപാട് പ്രഖ്യാപനം നടത്തിയില്ല. അതുകൊണ്ട് തന്നെ ഒരു തുടക്കം മുതൽ അമ്മയുടെ ഭാഗത്ത് നിന്ന് ആദ്യ പ്രതികരണം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിയിട്ടും പിന്നീട് ഇങ്ങോട്ട് വന്ന ഈ 2ാം ദിവസവും അത് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ നിലപാട് അമ്മയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് ദിലീപിന് അമ്മയിലേക്ക് തടസ്സം ഉണ്ടാകില്ല അതിന്റെ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്നാൽ ഈ കാര്യത്തിൽ ദിലീപിനോട് നിലപാട് വ്യത്യാസം ഈ കാര്യത്തിൽ ഉള്ളവർ, ദിലീപിനോട് അഭിപ്രായ വ്യത്യാസം ഉള്ളവർ അമ്മയിലുണ്ട്. അതുകൊണ്ട് തന്നെ ദിലീപ് അമ്മയിലേക്ക് തിരിച്ചു വരുന്നതും അതിന്റെ ഒരു അദൃശ്യ നേതൃത്വം ഏറ്റെടുക്കുന്നതും ഒക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സിനിമാ സംഘടനകളിലെ കാര്യം. അതുകൊണ്ട് അമ്മയിലേക്കുള്ള കടന്നുവരവ് എങ്ങനെ ഏറ്റവും പെട്ടെന്ന് നടത്താനാകുമോ, അതിൽ ഈ പറഞ്ഞ പോലെ അഭിപ്രായ വ്യത്യാസമുള്ളവരൊക്കെ അതിലുള്ളത് കൊണ്ട് തന്നെ അതത്ര എളുപ്പമാകുമോ എന്നുള്ള കാര്യമാണ് പ്രയാസമുള്ളതെന്ന്. നിയമപരമായി നോക്കിയാൽ കുറ്റവിമുക്തനാക്കി കീഴ്ക്കോടതി വിട്ടയച്ച ഒരാളെ കത്ത് നൽകിയാൽ തിരിച്ചെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് വേണമെങ്കിൽ ഭരണ രംഗത്തിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിന്റെ അധ്യക്ഷയ്ക്ക് വേണമെങ്കിൽ പറയാം. എങ്കിലും അതിനുള്ളിൽ നിന്ന് അഭിപ്രായ വ്യത്യാസം ഉയരും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പ് തന്നെയാണ്. പിന്നെയുള്ളത് ഈ പറയുന്ന പോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനിൽ അംഗമല്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കാര്യമാണെങ്കിൽ ഇതുപോലെ തന്നെ ഫെഫ്ക എടുത്ത നിലപാട് പോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിധി പ്രസ്താവം വന്ന് പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ തിരിച്ചെടുക്കുന്നതിൽ തടസ്സമില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിയവരാണ്. അതുകൊണ്ട് തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതും ദിലീപിന് ഒട്ടും ബുദ്ധിമുട്ടുണ്ടാകില്ല. ഏതായാലും താരസംഘടനയായ അമ്മയിലേക്ക് എങ്ങനെ ദിലീപ് മടങ്ങി വരുന്നു എന്നത് തന്നെയാണ് ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്ന കാര്യം. റോഷ്നി, അതാണ് സിനിമാ സംഘടനകളുടെ നിലപാട്. അത് നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തായിരിക്കും അവരൊക്കെ പറയാൻ പോകുന്നത് എന്നുള്ളതാണ്.